ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെയിറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ ഓവർ സൈസ് ആയിട്ടുള്ള ഏതൊരാളുടെയും ഒരു പ്രധാന തലവേദനയാണ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ചാൽ തന്നെ അനവധി ഡയറ്റ് പ്ലാനുകളും എക്സസൈസുകളും യോഗ പോലെയുള്ള കാര്യങ്ങളും അങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണിത്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു ഡയറ്റ് പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളത് മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ആദ്യമായി ചെയ്യേണ്ടത് അതാണ്. ഞാനിങ്ങനെ ഒരു ഡയറ്റ് എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും, അത് കണ്ടിന്യൂ ചെയ്യും, ഇടയ്ക്ക് വെച്ച് നിർത്തില്ല എന്നുള്ള ഒരു ധാരണ നമ്മളോട് തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താനൊന്നും തോന്നില്ല. അതായത് കൃത്യമായൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ഒരു 80 കിലോ ഉള്ള ഒരാളാണെങ്കിൽ എനിക്കൊരു 60 എത്തിക്കണം, അല്ലെങ്കിൽ ഒരു 65 എത്തിക്കണം എന്നുള്ളൊരു നിശ്ചിതമായൊരു കാര്യം ലക്ഷ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടൊരു ഫോക്കസ് ആയിരിക്കണം നമ്മളതിലേക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താനോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാനോ നമുക്ക് തോന്നില്ല. അപ്പോൾ കൃത്യമായൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം പ്രധാനമായിട്ടും. അതിന് വേണ്ടി നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഡയറ്റ് ഞാൻ തന്നെ എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കീറ്റോ ഡയറ്റിനെ പറ്റിയും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ വലിയൊരു ഭാരമെടുത്ത് തലയിൽ വെക്കാതെ നമ്മൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് പാകപ്പെട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെറിയ രീതിയിലുള്ള മെച്ചപ്പെടുത്തലുകൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് പോകാൻ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ സാധ്യമായ ചില മാറ്റങ്ങൾ നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ വരുത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരുപാട് ഷുഗർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ മെല്ലെ ഷുഗർ ഒന്ന് കുറച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത്, നമ്മളിപ്പം ഞാൻ പറഞ്ഞ ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ട് 100 കിലോ ഉള്ള ആൾ 2 ആഴ്ച കൊണ്ട് 90 കിലോ ആയി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം നമ്മളെ കുറേ ആകർഷിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉള്ള വെയിറ്റ് കുറയുന്നത് എന്നതിനേക്കാൾ ഉപരി നല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും പെട്ടെന്നുള്ള ശരീരഭാരം കുറയ്ക്കണം എന്ന നിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മുടെ ശരീരത്തിന് ഉതകുന്ന രീതിയിൽ, നമുക്ക് ശാരീരികമായി മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഡയറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ശ്രമിക്കേണ്ടത്. കാരണം പെട്ടെന്നുള്ള ഒരു ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനൊക്കെ നമ്മുടെ ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കുള്ളൂ. കാരണം നമ്മളൊരു സ്റ്റെപ്പായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലേറ്റ് രാവിലെ ഞാനിനി ചോറ് കഴിക്കില്ല, അല്ലെങ്കിൽ ഇനി അരിഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഒന്നും കഴിക്കില്ല എന്നെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ക്ഷീണമാവും, തലകറക്കുണ്ടാവും, തലവേദന ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, നമ്മൾ ഫെയിഡായിട്ട് വീഴുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ദുസ്സാഹസങ്ങളിലൊന്നും മുതലാതിരിക്കുക. നമ്മുടെ ശരീരത്തിന് ആവും എന്നുള്ള രീതിയിലുള്ള ഡയറ്റ് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ ഭക്ഷണക്രമത്തിൽ അല്ലെങ്കിൽ ഭക്ഷണം ചൂസ് ചെയ്യുന്നതിലുള്ള പ്രത്യേകതയാണ്. നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് പരമാവധി കുറച്ച് കൊണ്ടുവരിക. അതുപോലെ പിന്നെ പറഞ്ഞാൽ ഷുഗർ, ബേക്കറി ഐറ്റംസ് എല്ലാം കഴിക്കുന്നതാണെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ റോ ആയിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എങ്കിൽ പോലും നമ്മൾ മെല്ലെ തുടങ്ങി അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവരിക. അതാവുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫുഡ് കഴിക്കുന്നതിനുള്ള ഒരു സമയം എന്നതിനെ കുറിച്ചാണ്. അതായത് ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്നതിലും നല്ലത് വളരെ ഗ്യാപ്പ് കുറച്ച സമയം കൂട്ടി കഴിക്കുന്നതാണ്. അതായത് ഇപ്പം 3 നേരം കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളതൊരു 5 നേരമോ അല്ലെങ്കിൽ 6 നേരമോ ആക്കി കഴിക്കുക. 5 നേരം 6 നേരം എന്ന് പറയുമ്പം വയറ് നിറച്ച് കഴിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 2 എന്ന രീതിയിൽ അത് ഫോളോ ചെയ്യുക. അതിനുള്ള ലഘുഭക്ഷണങ്ങൾ, അത് ആ സമയത്താണ് നമ്മൾ ഈ സലാഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കുറയുകയും അല്ലെങ്കിൽ ക്രേവിങ്സ് എല്ലാം കുറയുകയും നമുക്ക് വയർ എപ്പോഴും നല്ല ഫുള്ളായിട്ടിരിക്കുകയും, ഫുള്ളായിട്ടിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രോട്ടീൻ റിച്ചായ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വയർ ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ളായ പോലെ തോന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സിൻ്റെ രൂപത്തിൽ നമ്മൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശപ്പ് തോന്നില്ല. അപ്പോൾ മിതമായ രീതിയിൽ അതെല്ലാം കഴിച്ച് നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത്
രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്നുള്ള രീതിയിൽ അത് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ, അതുപോലെ ഉപ്പ്, അല്ലെങ്കിൽ മസാലകൾ, അതുപോലെ എണ്ണകൾ, ഇതെല്ലാം വളരെ മിതമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഓയിലും ഉപ്പും പഞ്ചസാരയിലും അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന അളവിലും അതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുമല്ലോ. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം നമ്മൾ കുറച്ച് കൂടുതൽ ഉപയോഗിക്കും. അതേസമയം അതിൻ്റെ മിതമായ രീതിയിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്, നമ്മൾ കഴിക്കുന്ന അളവും വളരെയേറെ കുറയും. അപ്പോൾ പിന്നെ അങ്ങനെയും കൂടെ ഒന്ന് പരിശീലിച്ച് നോക്കുക. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് നമുക്കൊരു തലവേദന ഉണ്ടാവാതിരിക്കണം. നമ്മളിപ്പം ഡയറ്റിലാണെന്ന് പറഞ്ഞ് നമ്മൾ ഈ കുറച്ച് ചപ്പും ചവറും എല്ലാം വാരി വലിച്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അതായത് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞൊരു വീഡിയോ, നിങ്ങൾ പഞ്ചസാര നിർത്തിയ ഒരു വീഡിയോ ഉണ്ട്. പഞ്ചസാരയുടെ അളവ് കുറച്ച് പഞ്ചസാര സ്റ്റോപ്പ് ആക്കിയതിന് ശേഷം ഞാൻ അനുഭവിച്ച ചില പ്രശ്നങ്ങളെക്കുറിച്ചൊരു വീഡിയോ കേട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്നും കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ദിവസം നമ്മളിങ്ങനെ കുറച്ച് പച്ചിലുകളും അതും ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആകെ മെൻ്റലി ഒരു പ്രശ്നമാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഡയറ്റ് ചെയ്യുന്ന ഒരാൾ കുറച്ച് ആസ്വദിച്ച് അല്ലെങ്കിൽ നല്ല പാചകക്കുറിപ്പുകളെല്ലാം കണ്ടെത്തി നല്ല രീതിയിലത് പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാവും. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ നല്ല നല്ല ഫുഡ് നമ്മൾ നല്ലത് എന്ന് കരുതി കഴിച്ചുകൊണ്ടിരുന്ന ഫുഡെല്ലാം ഫുൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. നമുക്ക് ഒന്നുകൂടെ ക്രേവിങ്സ് കൂടും, നമുക്ക് മെൻ്റലി ഭയങ്കര പ്രശ്നമായിരിക്കും, തലവേദന അല്ലെങ്കിൽ ഉറക്കം കിട്ടൂല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ ഡയറ്റ് കുറച്ച് ആസ്വദിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കമാണ്. നമ്മളുടെ ഉറക്കം ക്രമീകരിച്ചില്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ഡയറ്റ് എടുത്തെന്ന് പറഞ്ഞാലും നമുക്കതൊരു എഫക്റ്റീവ് ആവില്ല. മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ. എനിക്ക് ഏറ്റവും കുറവുള്ള ഒരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നല്ലൊരു ഒട്ടുമിക്ക ആളുകൾക്ക് ഉറക്കം കുറവാണല്ലേ. നമ്മുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് നമുക്ക് ഉറക്കം ഇല്ലാത്തത്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലും നമ്മൾ ലാപ്ടോപ്പിലും ഫോണിലും എല്ലാം ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് തന്നെ അപ്പം നമുക്ക് ഉറക്കം കുറയും. അപ്പം നമ്മൾ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ല, നമ്മളൊരു ഡയറ്റ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല ഉറക്കം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ജങ്ക് ഫുഡുകളും അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ അടിച്ച് കയറ്റുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉറക്കം നഷ്ടപ്പെടുന്നത്. പഞ്ചസാര പോലുള്ള സാധനങ്ങളെല്ലാം ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉറക്കമെല്ലാം നഷ്ടപ്പെടും. അപ്പം അതെല്ലാം നിയന്ത്രിച്ച് നമ്മളൊരു പുതിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നല്ല ഉറക്കം കിട്ടും. ഉറക്കം എന്ന് പറയുന്നത് ഡയറ്റ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഡയറ്റ് നല്ല എഫക്റ്റീവ് ആണെങ്കിൽ, നമ്മുടെ വെയിറ്റ് ലോസ് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല ഉറക്കവും അത്യാവശ്യമാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള നമുക്ക് കിട്ടേണ്ട സപ്പോർട്ടാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റായിട്ട് കുറച്ച് ഫുഡെല്ലാം ഉണ്ടാക്കേണ്ടി വരും. അപ്പം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ നമ്മളത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അവരുടെ സപ്പോർട്ട് കൂടി നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ സ്വയം ആരോഗ്യമുള്ളവരാകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെ കൂടി ആരോഗ്യമുള്ളവരാക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളൊരു നല്ലൊരു ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ചുറ്റിലുള്ളവരെയും കൂടി അതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ പിന്തുണയും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഒരു ഡയറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ കളിയാക്കലും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും. ഇപ്പം ഒരു ഐസ്ക്രീം കഴിക്കാൻ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട, ഞാൻ ഡയറ്റിലാന്ന് പറയുമ്പം പിന്നെ വലിയ ഇത് അല്ലേ. സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ച് കളിയാക്കലൊക്കെ നേരിടേണ്ടി വരും. അതൊന്നും ചിന്തിക്കാതെ അതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും നമുക്കൊരു വിഷയമായി തീരുകയില്ല. എന്നാൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് പോയെന്ന് വരും. ഞാൻ പറഞ്ഞല്ലോ, ചില ഫംഗ്ഷനെല്ലാം പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ കൺട്രോൾ വിട്ട് ചിലപ്പോൾ കഴിച്ചെന്ന് വരും. പക്ഷേ ചിലവർ ഇല്ല, ഞാൻ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്ന് വിചാരിച്ച് അവർക്ക് ലിമിറ്റഡ് ആയവരുടെ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ചിലപ്പം 1-2 ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ഒന്നും ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ആവശ്യമാണ്. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണം, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം, നല്ല ഭംഗിയായിട്ടിരിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ നമ്മളത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് ആര് പറയുന്നതും ശ്രദ്ധിക്കാൻ പോകണ്ട. മാത്രമല്ല, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്ന ആളുകൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഭക്ഷണക്രമം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കാവുള്ളൂ. കാരണം ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ചില ചിട്ടയായ ഭക്ഷണക്രമങ്ങളുണ്ടല്ലേ. അപ്പോൾ ദയവ് ചെയ്ത് ഈ BP അല്ലെങ്കിൽ ഡയബറ്റിക്സ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾക്ക്, ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെട്ട മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ, അത് മാത്രമല്ല അലർജിക് പ്രശ്നങ്ങളുള്ള, എനിക്ക് അല്ലാതെ അലർജി ഉള്ള ഒരാളാണ്. അപ്പോൾ അവർക്ക് എല്ലാ ഫുഡൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരും, അതായത് നമ്മുടെ സ്വയം നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മളൊരു ഡയറ്റിലേക്ക്, നല്ലൊരു ഭക്ഷണക്രമത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു രോഗമില്ലാത്ത ഒരാളും രോഗമുള്ള ഒരാളും അവരുടെ ഭക്ഷണം എന്ന്
പറയുന്നത് വ്യത്യസ്തമായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമേ നമ്മളൊരു ഡയറ്റിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഹെൽത്തി ശരീരവും മനസ്സുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.